നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഗുരുത്വമില്ലാത്ത ഗുരുക്കന്മാർ എന്ന ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നമ്മൾ കലോത്സവത്തിന് വേണ്ടി പഠിക്കാൻ പോകുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് ഉള്ളൊരു തമാശയാണ്, കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്നത് പാരന്റ്സ് ആണ്. മിക്കവാറും അമ്മമാരുടെ ആഗ്രഹമാണ് കലോത്സവത്തിൽ എന്റെ മകൾ വിൻ ചെയ്യണം, അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ എന്റെ കുട്ടി കളിക്കണം, അവള് കളിച്ച് കാണണം എന്ന് അധികവും നല്ലൊരു ശതമാനം, ഒരു നമുക്ക് തോന്നുന്നു ഒരു 85-90% അമ്മമാരുടെ ആഗ്രഹമാണ്. അപ്പന്മാർ എന്ന് പറയുന്നത് അവര് ജോലി ഉണ്ടാവും, അവർക്ക് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് നടക്കുന്നവർ വളരെ കുറവാണ്, ജോലിയൊക്കെ ഉള്ളത് കൊണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ അപ്പനാണ് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. എങ്കിൽ കൂടിയും അമ്മയായാലും അപ്പനായാലും അധികം അമ്മമാരായതുകൊണ്ട് ഈ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, പോകെ പോകെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ചിലപ്പോൾ അമ്മമാര് വീട്ടിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടി എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുത്തുന്നു, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു തറമായിട്ടില്ല, ഇനം തറമായിട്ടില്ല. അപ്പൊ അവർ ശ്രദ്ധിക്കുമല്ലോ, സ്വന്തം മക്കളല്ലേ, ശ്രദ്ധിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ അമ്മമാര് പിറ്റത്തെ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ഈ ഡാൻസ് ടീച്ചറിനോട് ചോദിക്കും, ടീച്ചറെ കുട്ടി നന്നായിട്ട് കളിക്കുന്നില്ലല്ലോ, അവൾക്ക് എന്തോ ഡൗട്ട് പോലെ, അവൾ തപ്പുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കതങ്ങ് പിടിക്കില്ല. അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ ആ സമയത്ത് അത് ഈ കുട്ടിക്ക് അത് അറിയാത്തത് കൊണ്ടായിരിക്കും, ഞാൻ പഠിപ്പിച്ചാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് തട്ടുമുട്ട് ഞായൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങോട്ട് ഒഴിവാക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ കോമ്പറ്റീഷൻ ഇനം പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു രീതിയാണ്, പിന്നീട് അങ്ങോട്ട് തുടങ്ങും ഈ വക ഡാൻസ് ടീച്ചേഴ്സ്. നമ്മൾ എന്തെങ്കിലും കളിച്ച് വരുന്ന സമയത്ത് അമ്മയാണോ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചേ, അതെന്താ അങ്ങനെ കളിക്കുന്നത്, അമ്മ പഠിപ്പിച്ചതായിരിക്കൂലേ, അമ്മയാണോ അഭിനയം പഠിപ്പിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഈ അമ്മ 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 എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ ഒരു കോമ്പറ്റീഷന് പോയ അപ്പീൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, നിന്റെ അമ്മയല്ലേ ഭരിക്കുന്നത്, അല്ലെ നിന്റെ അപ്പനല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നതൊന്നും വിലയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ഫീസ് വാങ്ങിക്കാനായിട്ട്, ഫീസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന കാരണവന്മാരാണ്, അവരെ ഫീസ് വേണം. പക്ഷെ ഇവരെന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തുടങ്ങി ഈ ഇങ്ങനെ കുറ്റം പറയലായി. അതാരെ, അവരോട് പറയില്ല, ഒരുമാതിരിപ്പെട്ട ആരും തന്നെ. ഈ ഡാൻസ് ടീച്ചേഴ്സ് പറയുന്നത് ഈ കുട്ടികളെയാണ്, നിരന്തരമായി ഹരാസിംഗ് ആണ്. ഇതാണ് കലോത്സവ വേദിയിൽ ഒരു ഇനം പഠിക്കാൻ പോകുന്ന കുട്ടികള് നല്ലൊരു ശതമാനം, ഇല്ലെങ്കിൽ ഒരു 50% ഞാൻ ഈ പറഞ്ഞ കമന്റിനെ ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. നിങ്ങളത് കേട്ട് അങ്ങനെ വിഷമിച്ച് തളർന്നൊന്നും ഇരിക്കാൻ പോകണ്ട. ഇതൊരു സ്ഥിരം പല്ലവിയാണ്, വർഷങ്ങളായിട്ട് ഞാനടക്കം കേട്ടിട്ടുള്ളതാണ്, എനിക്ക് മുൻപുള്ളവരും കേട്ടിട്ടുള്ളതാണ്, എല്ലാവരും തന്നെ ഇത് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ചിലർ ഇത് കേട്ടിട്ട് ഒരു മെന്റൽ ട്രോമയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ, ഇതിലൊന്നും വലിയ സംഭവമില്ല. ഇത് സ്ഥിരമായിട്ട് പറഞ്ഞ് ശീലിച്ചു പോയൊരു നാക്കായതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പ്രത്യേകിച്ച് കഥയില്ല. ഇനി മറ്റൊരു കാര്യമാണ് ഗുരുത്വമില്ലായ്മ. അയ്യോ, ഗുരുത്വത്തിന്റെ അളവിരിക്കുന്ന അളവ് പോലെ ഇവിടെ ചില, അത് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലുള്ള ഒരു ശൈലിയാണ് അധികവും. അത് ഈ കല പഠിപ്പിക്കുന്നവരില് കൂടുതലായിട്ട് പറഞ്ഞാൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഡാൻസ് ടീച്ചേഴ്സിന്റെ കയ്യിലാണ് ഈ ഗുരുത്വത്തിന്റെ കോലിരിക്കുന്നത്, അളവുകോലിരിക്കുന്നത്. ഈ അളവുകോല് വെച്ചിട്ട് ഇവർ ഇങ്ങനെ അളക്കുവാണ്. ഇത്ര ശതമാനം നിനക്ക് ഗുരുത്വമില്ല, അവൾക്ക് ഗുരുത്വമില്ല, തീരെ ഗുരുത്വമില്ല. ഇതിന്റെ ഒരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഓൺലൈൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതില് കല പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും ഇങ്ങനെ ഒരു ഗുരുത്വദോഷം ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഗുരുത്വമില്ലാത്ത കുട്ടി, ഗുരുത്വമില്ലാത്ത കുട്ടി, ഗുരുത്വമില്ലാത്ത കുട്ടി. എന്താണ് ഈ ഗുരുത്വമില്ലാത്ത കുട്ടി, അത് എന്തുകൊണ്ടാണ് ഈ ഗുരുത്വമില്ലായ്മ വിളിച്ചു പറയുന്നത്? എന്നിട്ടൊരു കാരണം പറയും, ചാടിച്ചാടിപ്പോയി. ഈ ചെറിയ കുട്ടിയാണോ ചാടിച്ചാടി പോവാൻ, ഇതെന്താ പുൽച്ചാടി എങ്ങാനോ ആണോ? ഇനി പോട്ടെ, കുട്ടികൾ ചാടിച്ചാടി പോകുന്നു എന്ന് പറയുന്നത് അവരെ സ്വന്തം തീരുമാനത്തിലാണോ ചാടിച്ചാടി പോകുന്നത്? അല്ലല്ലോ. ഡാൻസിന് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പാരന്റ്സ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോ, തിരുവായ്ക്ക് എതിർവാ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ ചിലവർ എന്ത് ചെയ്യും, വെറുതെ ഈ ടീച്ചേഴ്സിനോട് മത്സരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടുന്ന് ചിലപ്പോൾ അടുത്തൊരാളെ, ചിലപ്പോൾ ക്വാളിറ്റി ഇതിനേക്കാളും മേലെ ക്വാളിറ്റി ഉള്ള ഒരാളുടെ അടുത്തേക്ക് മാറ്റും. അതിനാണ് ഇവർ ഈ പറയുന്ന പുൽച്ചാടിയാക്കുന്നത്, ചാടി പോകുന്ന പുൽച്ചാടിയാക്കുന്നത്. പിന്നെ അങ്ങ് തുടങ്ങും ഗുരുത്വമില്ലായ്മ. ഒരു കുട്ടി ആദ്യം സ്വന്തം അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കാൻ പഠിക്കണം, അതാണ് ഒരു ക്യാരക്ടർ. എന്നാൽ മാത്രമാണ് ഗുരുക്കന്മാരെ അല്ലെ ഡാൻസ് ടീച്ചേഴ്സ് അല്ലെ മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് അവർ പഠിക്കുള്ളൂ. അപ്പൊ അവര് കാണിക്കേണ്ട അവരുടെ ബഹുമാനം, പാരന്റ്സിനോടുള്ള അനുസരണയും ബഹുമാനവും ആണ് നമ്മൾ കാണിക്കേണ്ടത്. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. നീ നിന്റെ അപ്പനെയും അമ്മേനെയും അനുസരിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരും
ഈ ടീച്ചേഴ്സ് തന്നെയാണ് അവരെന്നിട്ടങ്ങ് തുടങ്ങും ഗുരുത്വമില്ലായ്മ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഗുരുത്വമില്ല എന്ന് പറയുന്ന വ്യക്തികളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇവര് തീരെ ഗുരുത്വമില്ലാത്തൊരു വ്യക്തിയാണ്. കാര്യം ഗുരുത്വമുള്ള ഒരു വ്യക്തി ആരെക്കുറിച്ചും ഗുരുത്വമില്ല എന്ന് വിളിച്ചു പറയില്ല. ഗുരുത്വമില്ലാത്ത കുട്ടി എന്ന് പറയുന്നുണ്ടോ നിങ്ങൾ മക്കളെ? ഉടനെ വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട് ഇനി ഞാൻ ഒന്നും ചെയ്യുന്നത് ശരിയാവില്ല, ഇനിയിപ്പോ ഗുരുത്വം ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ശരിയാവാത്ത എന്നുള്ള ട്രോമയിലേക്കൊക്കെ പോവല്ലേ. നിങ്ങളെ വെറുതെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി, നിങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ട്, നിങ്ങൾ ഒരിക്കലും കയറി വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ടീച്ചറിനെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ വളരെയധികം ഒരു സ്ഥലത്ത് തളച്ചിടാനായിട്ട് കാണിക്കുന്ന ഒരു വിദ്യയാണ് ഈ ഗുരുത്വമില്ലായ്മ വിളിച്ചു പറയൽ. എന്നിട്ട് ഇവർ ഈ ഗുരുത്വത്തോടു കൂടി വളർത്തിയെടുത്ത് അപ്പൊ ഒറ്റ സ്റ്റുഡൻസ് വർക്കില്ലേ, ഇതിനും മാത്രം പെർഫോമൻസ് എവിടെ? ഗുരുത്വം കൊടുത്ത് വളർത്തിയ കുറെ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. കേരളത്തിൽ നിന്ന് ഇതിനും മാത്രം കണക്കിൽ കൂടുതൽ പെർഫോമൻസ് ഉണ്ടായിരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഇവരെ ഗുരുശാപം ഏക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അറിയില്ല. എന്ത് തന്നെയായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ AI യുഗമായില്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇനി ഒരു ഗുരുത്വമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടീച്ചർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു, ഉടനെ നമ്മൾ തിരിച്ചു പറയണം എന്നല്ല ഞാൻ പറയുന്നത്. അത് ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഗുരുത്വമില്ലായ്മയൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ. നമ്മൾ ആ നിലവാര താഴ്ചയിലേക്ക് നമ്മൾ താഴരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ വിളിച്ച് പറയുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വമേ പോയി, അവരുടെ ക്യാരക്ടർ നമുക്ക് അളക്കാനുള്ളതേ ഉള്ളൂ. അവരുടെ ഒപ്പം തന്നെ നിലവാരം താഴേലേക്ക് നമ്മൾ പോയി, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന് എന്തൊക്കെയാലും ഭാരതീയർക്ക് കുറെയൊക്കെ മാനേഴ്സ്, നമ്മൾക്ക് കുറെ സംസ്കാരമുണ്ട് അല്ലേ. ഇപ്പോ ഒരു പ്രായം കൂടി ഒരാളെ കാണുമ്പോൾ നമ്മളെക്കാൾ പ്രായം കൂടുതൽ തോന്നിയാൽ നമ്മൾ ഉടനെ എഴുന്നേറ്റ് നിൽക്കും. അതൊരു സംസ്കാരമാണ്. അതുപോലെ കല ഒരു സാംസ്കാരികമായ കാര്യമാണ്. നമുക്ക് കലാകാരന്മാർക്ക് കുറച്ച് സംസ്കാരം വേണം, വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും വേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും തർക്കിക്കരുത്, തിരിച്ചു പറയരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഗുരുത്വമില്ലായ്മ കേട്ട് തളർന്നൊന്നും ഇരിക്കേണ്ട, അങ്ങനെ തളയ്ക്കപ്പെടാനുള്ളവരല്ല നിങ്ങൾ അപ്പൊ തന്നെ ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അത് സാരമില്ല, അവർക്ക് അതിനുള്ള ഒരു കാഴ്ചപ്പാടും വിവരവും ഉള്ളൂ എന്ന് മനസ്സിൽ കരുതുക. സന്തോഷിക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോ ദൈവത്തിൻ്റെന്ന് എന്തായാലും നമുക്കതൊരു സഫറിങ്ങാ. ഇത് കേട്ടും നമ്മളൊന്നും തിരിച്ചു പറയാതെ സന്തോഷമായിട്ട്, മനസ്സ് കുറച്ച് വേദനിക്കുമെങ്കിലും തിരിച്ചു പറയാതെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടോ, ദൈവം അതിനുള്ള കൂലി നമ്മൾക്ക് തന്നിരിക്കും. അതൊരു ക്വാളിറ്റിയാണ് നമ്മൾ ആ സഹിക്കുന്നത്. ആ വിഷമം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ആ ദൈവത്തിന്റെ ഗിഫ്റ്റിനായിട്ട് കാത്തിരുന്നാൽ മതി. ഈ ഗുരുത്വമില്ലായ്മയുടെ കാര്യം പറയുമ്പോൾ മറ്റു 2 അനുഭവങ്ങൾ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഡിഗ്രി ചെയ്തത് നമ്മളുടെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് BA ഭരതനാട്യം ചെയ്തത്. അന്ന് ഞങ്ങളുടെ ഒരു ബാച്ച്മേറ്റ് കുറച്ച് ദൂരെ, സ്ഥലമൊന്നും പറഞ്ഞ് അവളിപ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവൾക്കൊരു വിഷമം വരണ്ട, കുറച്ച് ദൂരെ ഒരു സ്ഥലത്തുനിന്ന് ഒരു കുട്ടി ഞങ്ങളുടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തായിരുന്നു. ഞങ്ങളുടെ ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു. അന്ന് ആ കുട്ടിയുടെ നീ പൊസിഷൻ കുറച്ചൊന്ന് അകത്തേക്കാണ്. ഭയങ്കരമായിട്ട് തിരിഞ്ഞു എന്നല്ല, പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു നീ പൊസിഷൻ അല്ല, ഒരു കുറച്ചൊന്ന് അകത്തേക്കായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് അരമണ്ഡലം ഇരിക്കുമ്പോൾ അത്ര കണ്ട് അങ്ങ് നീറ്റായി എന്ന് തോന്നില്ലല്ലോ. ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും അറിയാമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയുന്നൊരു കാര്യമായിരുന്നു. ഈ കുട്ടീനോട് നിരന്തരമായിട്ട് ഈ കുട്ടിയുടെ അരമണ്ഡലം ശരിയല്ല, അത് ആ കുട്ടിയുടെ ഒരു പോരായിക. ദൈവം ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തതാ. അത് അവളുടെ ഫൗളല്ല, അവൾ അധ്വാനിക്കാത്തതിന്റെ കുഴപ്പമല്ല. പിന്നെ ഡിഗ്രി പഠിക്കാൻ വന്നത് ഒരു പെർഫോമർ മാത്രമാകാൻ വേണ്ടിയിട്ടല്ല, ഉപജീവന മാർഗത്തിനും കൂടിയാണ്. അവളൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കും ഡിഗ്രി പഠിക്കാൻ വന്നത്. ഈ കുട്ടീനെ നിരന്തരമായി ഹരാസ് ചെയ്ത് അരമണ്ഡലം ശരിയല്ല എന്ന് പറഞ്ഞ് ഹെൽത്ത് ഇഷ്യൂവിന് വെച്ചിട്ട് അവർ പറഞ്ഞു എന്നുള്ളതാ. അല്ലാണ്ട് നോർമൽ ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്, മുട്ട് തിരിച്ചിരിക്കുന്നില്ല, ഉറപ്പായിട്ടും ഡാൻസ് ടീച്ചേഴ്സിന് പറയാം. പക്ഷെ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ നിൽക്കെ ആ കുട്ടീനെ അത് തന്നെ നിരന്തരമായി പറഞ്ഞ് ഒരു 3 മാസത്തിനുള്ള ആ കുട്ടി ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത്, ദൂരേന്ന് വരുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഫീസും പോയി, ഞങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആയിരുന്നു, ആ കെട്ടിവെച്ച ഫീസും പോയി, എല്ലാം പോയി. അങ്ങനെ ഒരു കുട്ടി ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗുരുത്വമുള്ള ഗുരുക്കന്മാർ ചെയ്തത്. മറ്റൊരു ഗുരു ചെയ്ത് അതിനേക്കാളും വലിയതൊരു തമാശയാണ്. കുറച്ച് വർഷങ്ങൾ മുൻപാണ്, ചിലപ്പോൾ അവര് ഇന്ന് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ അനുഭവിച്ച ആ കുട്ടി ഇന്നും ആ ഒരു ട്രോമയിലാണ്. അവർ ചെയ്തത്, ആദ്യ ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്ത ഒരു കുട്ടീനെ റാഗിങ് ചെയ്ത സീനിയേഴ്സിന്റെ കൂട്ടത്തില് അതിന്റെ പ്രധാനമായി റാഗിങ് ചെയ്ത ഒരാളും
അവരെ ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരുന്നു, കല പഠിപ്പിച്ച ഒരു ടീച്ചർ ആയിരുന്നു. ഇതിന് ജീവിച്ചിരിക്കുന്ന ഇരകളുമുണ്ട്, ജീവിച്ചിരിക്കുന്ന സാക്ഷികളുമുണ്ട്. കാലം ഇതിന് മറുപടി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.